ഹലോ ഗായ്സ്. അങ്ങനെ വിജയ് ദേവർകൊണ്ടയുടെ കിങ്ഡം കണ്ടിരിക്കുകയാണ്. എനിക്ക് പടം പേഴ്സണലി എനിക്ക് വർക്കായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു ഓക്കെ വൺ ഡേ വാച്ചായിട്ട് ഭയങ്കര അടിപൊളി, ഭയങ്കര കിടിലം, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെയാണ്. ബോറിംഗ് ഇല്ലാതെ കണ്ടിരിക്കാവുന്ന നല്ലൊരു രസമുണ്ടായിരുന്നു, കൊള്ളായിരുന്നു. എടുത്തിരിക്കുന്നതെല്ലാം നല്ല രസമുണ്ട്. പക്ഷെ ഓവറോൾ ഒരു പടം കണ്ട് തീരുമ്പോൾ ഒരു പക്ക സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. ഒരു പടം നമ്മൾ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞ് ആ ഒരു സംഭവം എനിക്ക് കിട്ടിയില്ല. പടം ഓക്കെയാണ്, എനിക്ക് അങ്ങനെ ഒരു ഫീലാണ്, ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ എന്തൊക്കെയോ പടത്തിലൊരു മിസ്സിങ് എന്തോ ഇല്ല, അങ്ങനെ എന്തോ ഒരു കുറവ് പടത്തിനുണ്ട്. ആ ഒരു തോന്നൽ പടം കണ്ടു തീരുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇത് മ്യൂസിക് ഭയങ്കര സാധനമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ ഇടയ്ക്ക് കുറച്ച് സാധനം വരുന്നുണ്ടെന്നല്ലാതെ ഭയങ്കര സംഭവമൊന്നും വന്നിട്ടില്ല. ക്ലൈമാക്സിനൊക്കെ കുറച്ചുകൂടെയൊക്കെ അനിരുദ്ധൊന്ന് പൊലിപ്പിക്കുമെന്ന് വിചാരിച്ചു, അത്ര അങ്ങോട്ട് എരിച്ചില്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അണ്ണൻ തമ്പി പാസമാണ് ഈ പടത്തിന്റെ ഒരു മെയിൻ സംഭവം പറയുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് തരത്തിലുള്ള പാസ പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പടത്തിന്റെ ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പാസം ഓവറാക്കി ചാളമാക്കി നമ്മളെ വെറുപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അത് നൈസായിട്ട് ഡീസൻ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പാസ് ഇട്ട് നമുക്ക് അത് കണക്റ്റ് ആവും, ആ രീതിക്ക് ഓക്കെ, അത്രയും മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ ഒരു ലെവലിലാണ് ഇതിൽ പാസം പിടിച്ചേക്കുന്നത്. അത് നമുക്ക് വർക്കാവും, നമുക്കത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യും. അത് ഡയറക്ടറിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിജയ് ദേവരകൊണ്ടയുടെ ചേട്ടനായിട്ട് അഭിനയിച്ച അതും പുള്ളിയും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മുടെ കാർത്തിക് സുബ്രായ അണ്ണൻ ഉണ്ടല്ലോ, സൂര്യ അണ്ണന് വെച്ച് പണ്ണി കൊടുത്തൊരു പടം ഉണ്ടല്ലോ, റെട്രോ. ആ സെയിം പടത്തിന്റെ കഥ തന്നെയാണിത്. ആ കഥേനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് ഇറക്കിയപ്പോൾ വിജയ് ദേവരകൊണ്ട വന്ന് ചെയ്യിപ്പിച്ചെടുത്തപ്പോൾ അത് കിങ്ഡം ആയി. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇതും നിങ്ങൾ റെട്രോ കണ്ട ഒരാളാണെങ്കിൽ ഈ പടം ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. സെയിം കഥ തന്നെയാണ്. പക്ഷെ ഈ കിടിലാവാനുള്ള ഒരു കാരണമുണ്ട്. ഇതിലെ വില്ലൻ എടുത്ത് പറയേണ്ട ഒരു പോസിറ്റീവ്, അന്യായ വില്ലനായിരുന്നു. പുള്ളിക്കാരൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കാസറി ആ ക്യാരക്ടർ പിടിച്ചിട്ട് ആ ആറ്റിറ്റ്യൂഡ് അവസാനം വരെ പുള്ളി ആറ്റിറ്റ്യൂഡ് ഇട്ടൊരു കളിയിലാണ്. കിടിലം കിടിലം കിക്കിടിലം വില്ലൻ ഗംഭീരമാകുമ്പോൾ ഒരു പടം നന്നാവും. ഇതിൽ പക്ഷെ നടന്റെ സാധനം ഭയങ്കര ഒരു വില്ലന്റെ അത്ര എന്തായാലും ഇല്ല കേട്ടോ. അത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഈ പടത്തിന്റെ വില്ലൻ ഉണ്ടായിരുന്ന ഒരു സംഭവം, ആ ഒരു റേഞ്ച്, ആ ഒരു ഹൈ ലെവല് നായകൻ വിജയ് ദേവരകൊണ്ടയ്ക്ക് വന്നില്ല. അതാണ് ഈ പടത്തിന്റെ ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരു എന്തൊക്കെ ഇല്ല നമുക്ക് തോന്നാനുള്ള ഒരു കാരണം അതാണ്. ഓവറോൾ ഞാൻ പടത്തിന് ഭയങ്കര മോശം പടം അങ്ങനെ ഒന്നുമല്ല, നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. കാണാൻ ആഗ്രഹമുള്ള എല്ലാം പോയി കാണുക. ഒരു കാര്യം എടുത്ത് പറയാം, ഏതെങ്കിലും ഒരുത്തൻ എവിടെയെങ്കിലും ഇരുന്ന് പറയുന്നവന്റെ വാക്കിട്ട് നിങ്ങളൊരു പടം കാണാനോ കാണാതിരിക്കാനോ തീരുമാനിക്കരുത്. ഒരു പടം കാണുക എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം തീരുമാനമാണ്. അത് നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചാൽ പോയി കാണുക, ഒരുത്തന്നെ വാക്കിട്ട് കാണാതിരിക്കുക ഒന്നും ചെയ്യരുത്. എന്റെ കാര്യം കൂടെ ചേർത്ത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതൊന്ന് കണ്ടു നോക്കുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. കിങ്ഡം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി.